സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നത്. യെസ്, എൻ്റെ ആദ്യ സിനിമ മലയാളത്തിൽ ലാലേട്ടനോടെ തുടങ്ങി. കുറേ തവണ ബൈക്കിലേക്ക് കറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ ആദ്യത്തെ സിനിമ മലയാളത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ലാലേട്ടനോടെ തുടങ്ങി. ഇത് പോതും സാർ, ഇത് മതി. വളരെ വലിയൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. ഞാൻ ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രമാണ്. ആ നൊസ്റ്റാൾജിയിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. കുറേ തവണ ബൈക്കിലേക്ക് കറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ ആ നൊസ്റ്റാൾജിയ പറയേണ്ടതെന്ന് വെച്ചത്. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു വാം വെൽക്കം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. സോ നമ്മൾ ഇതുവരെ ചെയ്ത ഏത് കോളേജസിനായിട്ടും ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ബിഫോർ ഐ സ്റ്റാർട്ട് അബൌട്ട് ദ മൂവി, എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടന് നമുക്കൊരു ബിഗ് കോൺഗ്രാറ്റ്സ് കൊടുക്കാം ഫോർ ഹിസ് അവാർഡ് വിച്ച് ഈസ് ഗോട്ട്. ഇന്നലെ ആയിരുന്നു ആ ഒരു കേക്ക് കട്ടിംഗ് സെറമോണി വിച്ച് വി വർ ദേർ ആൻഡ് ഹി ഹാസ് മെയ്ഡ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ഹിസ് പ്രൗഡ്. അല്ലേ, ആ ഒരു സംഭവത്തിന് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഹിം പ്ലീസ്, ഫോർ ലാലേട്ടൻ. So Lalatin has been very pivotal in the initial promotions of Balti. അപ്പം ആദ്യം ഒരു സായി അഭ്യങ്കറിൻ്റെ മ്യൂസിക്കാണ് ഈ സിനിമയിൽ. സായി അഭ്യങ്കറിനെ വെൽക്കം ചെയ്തത് ടു മലയാളം സിനിമ ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അതിൽ, ഇഫ് യു സീ ദ ക്ലിപ്പ്, ഇഫ് ദേ പ്ലേയിങ് ഇറ്റ് ഹിയർ, മോനെ സായി വെൽക്കം ടു മലയാളം സിനിമ എന്ന് പറയുന്ന ഒരു ഇതോടെയാണ് പുള്ളിനെ വെൽക്കുന്നത്. സോ നൗ ലെറ്റ്സ് കം ടു ദ മൂവി പാർട്ട്. ഇത് സന്തോഷ് കുരുളയും ഞാനിവിടെ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അബൌട്ട് സന്തോഷ് കുരുള, യു നോ ഹിസ് ഫിൽമോഗ്രഫി, മഹേഷിൻ്റെ പ്രതികാരം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. സോ ദിസ് വുഡ് ബി ദ നെക്സ്റ്റ് മൂവി ഇൻ ആ ഒരു ഫിൽമോഗ്രഫിയുടെ ഒരു ഫോർ ഷുവർ. സോ കമ്മിങ് ടു ദ കാസ്റ്റ് ആൻഡ് ക്രൂ, ഇതിൽ ഒത്തിരി ഫസ്റ്റുകളുണ്ട്. സായി അഭ്യങ്കർ എന്ന് പറഞ്ഞ ദ യങ്ങസ്റ്റ് ഹോട്ട് ബാച്ചിലറിൻ്റെ ഫസ്റ്റ് പടമാണ്, which is in Malayalam or in Tamil. It's his first movie. Shiv Kumar Panikkar ആണ് ഇതിൻ്റെ എഡിറ്റർ. കിൽ, ഉറി എല്ലാം കണ്ടിട്ടുണ്ടാവുമെങ്കിൽ അതിൻ്റെ എഡിറ്ററാണ് ഇതിൻ്റെയും എഡിറ്റർ. സെൽവരാഘവൻ സർ എന്ന് പറഞ്ഞ ലെജൻഡിൻ്റെ ഫസ്റ്റ് മലയാളം പടമാണ്. പ്രീതി അസ്രാനി എന്ന് പറഞ്ഞ ഒരു ടാലൻറ്റഡ് ആക്ട്രസിൻ്റെ ഫസ്റ്റ് മലയാളം പടമാണ്. പ്രീതി, സോറി, ദി അപ്ലോസ് ഫോർ യു ഹിയർ ഇസ് ലെസ്. ഇറ്റ്സ് മോർ ഫോർ ദ മെൻ ഓവർ ഹിയർ. സോ സോറി. So this is a movie which has come out of super hard work and passion. ഇതൊരു പാഷനിൽ ബിൽഡ് ചെയ്ത ഒരു സിനിമയാണ്. ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ എല്ലാ സിനിമകളോടെ പറയുന്നതല്ല. ഇറ്റ് ഈസ് സൂപ്പർ ഹാർഡ് വർക്ക് ഫ്രം സ്റ്റാർട്ട് ടു ബിഗിനിങ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 14 months എടുത്തു ഈ പടം റിലീസ് എത്താൻ. കാരണം അതിൻ്റെ ഷൂട്ട് അത്രയും ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ഇന്നലെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇന്നിവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. വൺസ് യു സീ ദ മൂവി യു വിൽ നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ് ടു ഷൂട്ട്. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യം, യുവർ ബ്ലെസ്സിങ്സ്. പിന്നെ ഭാവിയിൽ നമുക്ക് ആ നൊസ്റ്റാൾജിയുടെ കഥ പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് അപ്രീഷിയേറ്റ് എവ്രിബഡി. പ്ലീസ് സപ്പോർട്ട്, റിക്വയർ യുവർ ബ്ലെസ്സിങ്സ്. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ஒரே ஹாலில் இவ்வளோ அழகான பெண்களை பார்த்தா கொஞ்சம் நர்வஸ் ஆகிடுவேன். ഞാൻ ശാന്തനു ഭാഗ്യരാജ്. യെസ്, എൻ്റെ ആദ്യ സിനിമ മലയാളത്തിൽ ലാലേട്ടനോടെ തുടങ്ങി, ഏഞ്ചൽ ജോൺ. എൻ്റെ അമ്മേൻ്റെ ആദ്യത്തെ സിനിമ മലയാളത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ലാലേട്ടനോടെ തുടങ്ങി. ஸோ ஆஃப்டர் ஆல் தட், ஆஃப்டர் ஆல்மோஸ்ட் 15 years ஆஃப்டர் ஏஞ்சல் ஜான், நான் மறுபடியும் மலையாளத்துக்கு வந்திருக்கேன். ஸோ 15 yearsக்கு அப்புறம் என்னை மறக்காமல் இவ்வளோ ரெஸ்பான்ஸ், இவ்வளோ லவ் அண்ட் சப்போர்ட் கொடுக்கறதுக்கு ரொம்ப 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 தேங்க்ஸ். அண்ட் ஐம் ரியலி ப்ரிவிலேஜ். Definitely, Balti is a very very special film for me and for the entire team. எல்லாருமே நிறைய ஹார்ட் ஒர்க் பண்ணியிருக்கோம். அவங்க எல்லாருக்கும் இமோஷன்ஸ் பிடிக்கும்னா படத்தில் இமோஷன்ஸ் இருக்குது, லவ் பிடிக்கும்னா லவ் இருக்குது, ஆக்ஷன் பிடிக்கும்னா ஆக்ஷன் சீக்வன்சஸ் பயங்கரமாக இருக்குது, கபடி பிடிக்கும்னா கபடி இருக்குது. ஸோ Balti will be a fantastic experience in theatres நான் சொல்லுவேன். அது டெஃபினட்டாக ஒன்லி when you watch it in theatres you will realize the experience. ஸோ கண்டிப்பாக எல்லாருமே உங்கள் அப்பா அம்மா எல்லாருமே என்னோட அம்மாக்கெலாம் பயங்கரமாக சப்போர்ட் பண்ணியிருக்காங்க. பூர்ணிமா ஜெயராம்
ஸோ அந்த சப்போர்ட் நீங்கள் எல்லாரும் சேர்ந்து எனக்கு கொடுக்கணும்னு நான் வந்து கேட்டுக்கிறேன். ஸோ ப்ளீஸ் டூ சப்போர்ட் மீ அண்ட் திஸ் என்டையர் டீம். தேங்க்யூ அண்ட் தேங்க்யூ ஸோ மச் ஃபார் ஹேவிங் அஸ் ஹியர். தேங்க்யூ சார். இது போதும் சார், இது மாதிரி எனக்கு இது மாதிரி. Thank you so much for such a warm welcome. As sir said, it is the best on our place, best on a promotional event we have been to. You guys have next level energy. Bandole, when I saw you guys with such an energy, enake avlo energy banduchu. So thank you so much to every one of you. Hello, thank you. ரொம்ப நன்றி. பல்டி என்னோட ஆദ്യത്തെ സിനിമയിൽ മലയാളത്തിൽ പക്ഷേ വളരെ സ്പെഷ്യൽ ആൻഡ് സെപ്റ്റംബർ 26 റിലീസ് ആകുന്നത്. ട്രെയിലർ വന്നത്. സോ ഐ റിയലി ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് action packed or sports drama, but it has friendship, love and all the elements. பயங்கர entertaining இருக்கும். நீங்கள் எப்படி என்டர்டெய்னிங்காக இருக்கீங்க, சேம் அப்படி தான் இருக்கும். பயங்கர எனர்ஜி அண்ட் என்டர்டெய்னிங்காக. ஸோ ஐ ரியலி ஹோப் யூ ஆல் லைக் இட். செப்டம்பர் 26. ப்ளீஸ் டூ வாட்ச் இட். നിങ്ങളോட സപ്പോർട്ട് എനിക്ക് വേണം. സോ പ്ലീസ് സിനിമ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്ത മുതൽ എനിക്ക് ഒരു കാര്യം കുറേ നേരമായിട്ട് മനസ്സിലോടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നത്. അവിടെ നിന്നൊരു അതൊക്കെ കണ്ടോ എന്ന് അറിഞ്ഞൂടാ നിങ്ങളൊക്കെ കണ്ടല്ലോ. അതിനുവേണ്ടി ഒരുപാട് തവണ ഞാനും ഉമ്മച്ചിയും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹലോ കുട്ടിച്ചാത്തം എന്നുള്ള സീരിയൽ അഭിനയിച്ചു. അതും ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട്, ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. ട്രിവാൻഡ്രവുമായിട്ടും അങ്ങനെ വലിയൊരു കണക്ഷനുണ്ട്. എൻ്റെ ഒരുപാട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് വലിയ വലിയ മുഹൂർത്തങ്ങൾ തന്നിട്ടുള്ളൊരു നാടാണിത്. അധികമൊന്നും എനിക്ക് പറയാനില്ല. ഇന്നലെയാണ് ട്രെയിലർ ഇറങ്ങിയത്. നിങ്ങളെ എനിക്ക് ട്രെയിലർ ഇവിടെ കാണിക്കാൻ കഴിയാത്തതിലൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ആങ്കറിന് ഞാൻ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും. എവിടെ ആങ്കർ എവിടെ? നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരെയും കാണിപ്പിക്കണം കേട്ടോ. പിന്നെ 26-ാം തീയതി സിനിമ ഇറങ്ങുന്നു. ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ്. കാണുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഹായ് ഹായ് താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്തോട്ട് വരുന്നത് 19ാമത്തെ വയസ്സിൽ ആണ്. അതൊരു സിനിമയുടെ ഓഡീഷനാണ്. 18ാം പടി എന്ന് പറയുന്ന സിനിമയുടെ ഓഡീഷൻ. അതിനുശേഷം പടം 3 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കോളേജിലെ പിള്ളേരെ എനർജി എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ മുഴുനീള കഥാപാത്രമല്ല, ഞാൻ ഒരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രീതിയുടെ ബ്രദറായിട്ടാണ്, അതായത് ഷെയ്ൻ്റെ അളിയനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ കുറച്ച് 3 വലിയ സീനുകളുണ്ട് സിനിമയിൽ. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണില്ലേ? ഓക്കെ, താങ്ക് യു. ഹായ്, നിങ്ങളൊക്കെ തന്നെ. എൻ്റെ പേര് ജക്സൻ എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എന്തോ ഭാഗ്യം. എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അത് തന്നെ 4 പേരിൽ ഒരാളായിട്ട് ഒരു ക്യാരക്ടർ കിട്ടി. നിങ്ങൾക്കും സിനിമയിലാകെ കയറാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. ഉറപ്പായിട്ടും നമ്മൾ ഒരു ദിവസം സക്സസ് ആവും. കഷ്ടപ്പെടുക. പിന്നെ നമ്മുടെ കഷ്ടപ്പാടെ കാണാൻ ദൈവവും പിന്നെ അതുപോലെ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളൊരു നല്ല സ്റ്റേജിൽ തന്നെ എത്തും. എങ്ങനെ ആരോട് നന്ദി പറയണമെന്നും അറിയത്തില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ സിനിമാ നടനാകാൻ തന്നെയായിരുന്നു ആഗ്രഹം. സിനിമയിൽ അഭിനേതാവാണ് ആകാൻ സ്വപ്നം കാണാനുള്ളൊരു, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ജീവിച്ചിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട്
വളരെ കോയിൻസിഡൻ്റലായ ഒരുപാട് മുഹൂർത്തങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ഡാൻസർ ജൂനിയർ ചെയ്തു, ഹലോ കുട്ടിച്ചാത്തൻ സീരിയൽ ചെയ്തു, സിനിമയിൽ എനിക്ക് ഒരു ഡയലോഗിൻ്റെ ഒരു വേഷം കിട്ടി. അവിടെ നിന്ന് എനിക്കൊരു കണക്ഷൻ ഉണ്ടായി, സൗബിൻ ഷായറായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. ആ കണക്ഷൻ കൊണ്ട് എനിക്ക് രാജീവ് രവി സാറിൻ്റെ കണക്ഷൻ ആയതാണ് അന്നയും റസൂലും. ആ കണക്ഷൻ കൊണ്ട് എനിക്ക് കിട്ടിയതാണ് കിസ്മത്ത് എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തം പോലെ സംഭവിച്ചതാണ്. ഇങ്ങനെ ആഗ്രഹിച്ച് ഈ ഒരു പൊസിഷനിൽ എത്താൻ മാത്രമുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജീവിതത്തിൽ ആ ഒരു ജീവിതമല്ല ഞാൻ ജീവിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ദൈവം തന്നതാണ്. വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? ஃபர்ஸ்ட் அவர் வந்து எனக்கு வந்து அவர் விஜய் அண்ணா, ஹி இஸ் வெரி வெரி க்ளோஸ் டு மீ. என்னோட கல்யாணத்துக்கு வந்து விஜயநாத தாலி எடுத்து கொடுத்தாரு. ஸோ எனக்கும் விஜயநாத்தும் என்றைக்குமே ஒரு பிரதர்லி பாண்டிங் எப்போவுமே இருக்கும். நான் என்னைக்காச்சும் அப்செட் ஆனேன்னா என்னை அப்படி தோளில் தட்டி கொடுப்பாரு. என்னோட படத்தோட ப்ரொமோஷன்ஸ் எது வந்தாலும் ஃபஸ்ட்டு மெசேஜ் விஜயநாத் தான் எனக்கு வரும், பெஸ்ட் விஷஸ், ரொம்ப நல்லா இருக்கு அப்படின்னு. அவரோட நடித்த எக்ஸ்பீரியன்ஸஸ் ஆல் மை லைஃப் நான் அதை கேரி பண்ணிட்டேன். நான் நாட் ஓன்லி சீயிங் விஜயனா ஆஸ் அன் ஆக்டர், பட் சீயிங் விஜயனா ஆஸ் அ ஹியூமன் பீயிங். ஸ்பாட்டில் வந்து எல்லாருக்கிட்டையும் அவ்வளோ ஹம்பிள், அவ்வளோ டவுன் டு அர்த்தாக இருந்திருக்காரு. ஆக்சுவலாக ஒரு விஷயம், விஜயனா வந்து பார்க்க தான் சைலண்ட். அவர்கிட்ட நீங்கள் க்ளோஸாக பேச ஆரம்பிச்சிங்கன்னா செம்ம நாட்டி. அவர் பயங்கரமாக கலாய்ப்பார். அவர் ரொம்ப க்ளோஸ் ஆகிட்டா பயங்கரமாக அவர் களியாட்டான். ஸோ அந்த நான் இல்லை, அவரு நம்மள கலாயில்லை. ஸோ அந்த மாதிரி வந்து விஜயனா இஸ் அ வெரி வெரி நைஸ் பர்சன். ஐ எம் வெரி ஹாப்பி நான் அப்புறம் ஒர்க் பண்ணதில்லை. பட் உங்கள் எல்லார மாதிரியும் நானும் ரொம்ப அப்செட்டாக இருக்கேன். பிகாஸ் ஜனநாயகம் அவரோட லாஸ்ட் ஃபிலிம், அதுக்கப்புறம் பொலிட்டிக்கல் கேரியர் அவர் இருக்க போகிறாரு. ஸோ நம்ம எல்லாரும் சேர்ந்து கண்டிப்பாக விஜயநாக்கு ஒரு பெஸ்ட் விஷஸ் சொல்லிடுவோம் ஃபார் இஸ் பொலிட்டிக்கல் கேரியர். இந்த வீடியோ வரும்போது நான் கண்டிப்பாக விஜயநாத் அனுப்புவேன், இந்த சவுண்டோட சேர்த்து அனுப்புவேன். தேங்க்யூ. ഒന്നും റിജിഡാണ് സ്കിൻ കെയർ ഒന്നുമില്ല, പക്ഷേ ഒരു സ്കിൻ കെയർ ഷീനോട് സ്കിൻ ഭയങ്കര വാട്ട്സ് യുവർ സ്കിൻ കെയർ യു ടെൽ us? No, nothing as such, just happy ആയിരിക്കണം, അவ்வளோதான். പിന്നെ പറയാം. പോയിട്ട് നമുക്ക് ടോൺ ഡൗൺ ചെയ്യേണ്ടി വന്നു സിനിമയിൽ. വെൻ യു സീ ദാറ്റ് സ്കിൻ കെയർ റൂട്ടീൻ അകത്തൊരു വലിയൊരു പെട്ടിയുണ്ട്, അത് തുറന്ന് ഞാൻ ഫോട്ടോ ഇട്ട് തരാം. ഈ ബൾട്ടി എന്ന് പറഞ്ഞൊരു മൂവി ഒരു ആക്ഷൻ മൂവിയാണ്. സോ താങ്കളുടെ മുന്നേ ഉള്ളൊരു മൂവി RDX, അതും ഒരു ആക്ഷൻ മൂവിയാണ്. സോ ഈ മൂവിയിൽ നിന്നും താങ്കളിൽ നിന്നും നമ്മൾ ലൈക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യണം? അതുപോലെ ഒരു മാസ് ഫിലിമാണോ ഇത്? ഈ സ്പോർട്സ് പടമല്ല. ഇപ്പം നമ്മളൊരു സ്പോർട്സ് പടം കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലൊരു മാച്ച് ഉണ്ടാവും, അതിൽ ഹീറോ അല്ലെങ്കിൽ ഹീറോയുടെ ടീം ജയിക്കുന്നതാണല്ലോ പൊതുവെ കണ്ടു. അങ്ങനെ ഒരു പടമല്ല. പക്ഷെ രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കബഡി മാച്ച് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ട്. പിന്നെ സിനിമയുടെ ഒരു ഗതി ചെറുതായിട്ട് മാറുന്നുണ്ട്, ഒരു ചെറിയൊരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് സിനിമ മാറുന്നുണ്ട്. എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയേറ്ററിക്കൽ സിനിമ എക്സ്പെക്റ്റ് ചെയ്യാം. കംപ്ലീറ്റ്ലി എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള സീനുകളുള്ള, അത് പറഞ്ഞ പോലെ നമ്മളൊരു ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് തരുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ കാണുക, കണ്ട് നിങ്ങൾക്കതിൽ ശരിക്കും ഒരു എനർജി കിട്ടിയാലല്ലേ ഞാൻ ഈ പറയുന്നതിലൊക്കെ മീനിങ് ഉള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് നിങ്ങൾ പറയില്ലേ ഷെയ്ൻ ചേട്ടൻ എന്ത് തള്ളായിരുന്നു അങ്ങനെ പറയാൻ ഓർക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. എന്തായാലും നിങ്ങൾ കാണുക, നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഞാൻ തരുന്നു. ഇപ്പം ഈ അഭിനയത്തിലേക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിലും കുറെ ആൾക്കാർ മടിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാണ്ടോ ഒന്ന് രംഗത്തോട്ട് വരാൻ വേണ്ടിയിട്ട്? മനസ്സിലായില്ലേ? മനസ്സിലായി. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നല്ല പ്രൊഡക്ഷൻ ഹൗസുകളിൽ നിങ്ങളുടെ സീരീസ് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടെവർ അത് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് നിങ്ങളുടെ പിക്ചറുള്ള അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിച്ച റീലുകളൊക്കെ ഉള്ള നല്ല പ്രൊഡക്ഷനിൽ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ സേഫ് ആയിരിക്കും നിങ്ങളുടെ പ്രൈവസി എല്ലാം. അങ്ങനെ ഒരു കാര്യം അതൊരു ചെറിയൊരു ടിപ്പാണ്. പിന്നെ നല്ല ഓഡീഷൻസ്, ഈ പ്രൊഡക്ഷൻസ് നടത്തുന്ന നല്ല ഓഡീഷൻസിൽ പങ്കെടുക്കുക. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതൊരു ലക്കാണ്, നമുക്കിതൊരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു ഒരു വഴിയില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ടിങ്ങിൻ്റെ പുറകെ സത്യം പറഞ്ഞാൽ പോയതല്ല, ഓരോ കാര്യങ്ങളായിട്ട് നിമിത്തം പോലെ നടന്നതാണ്. അപ്പോൾ ഇന്നൊരു വഴി ഇതിന് കറക്റ്റായിട്ടെന്ന് പറയാൻ സത്യം പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ
നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, അത് നമ്മളൊരിക്കലും ഉള്ളിൽ വെക്കുക. അത് അവിടെ നിന്ന് വളരട്ടെ, വളർന്നിട്ട് അതിന് യൂണിവേഴ്സ് ഒരിക്കൽ നിങ്ങളുടെ കൂടെ നിൽക്കും, അത് ഉറപ്പായിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സായിയുടെ പ്ലേസ്മെന്റ് ആയിരുന്നു, മ്യൂസിക് ഡയറക്ടറുടെ. എങ്ങനെയാണ് സായിയിലേക്ക് സിനിമയുടെ തീം എത്തിയത്? ഈ പടത്തിൻ്റെ കഥ കേട്ടപ്പം ഇതൊരു തമിഴ്നാട് കേരള ബോർഡറിൽ നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പം ഈ കഥ നമുക്കൊരു തമിഴ് ഫ്ലേവറും വേണം, എങ്കിൽ ഒരു കമേഴ്ഷ്യൽ ആംഗിളും വേണം. പിന്നെ വെൻ വി ലുക്ക് അറ്റ് സായിസ് വർക്ക്, അതിനു മുമ്പുള്ള കച്ചി സേരയാണെങ്കിലും ആസൈക്കൂടെയാണെങ്കിലും നമുക്ക് തോന്നി ഒരു യങ് ഫ്രഷ് അപ്രോച്ച് ഈ പടത്തിന് വേണം. ആൻഡ് നിങ്ങളിപ്പം ജാലക്കാരി കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദ ജാലക്കാരി വാസ് ദ ഫസ്റ്റ് സോങ് ഷോട്ട് ഓൺ ദ ഫസ്റ്റ് ഡേ. അപ്പം സായി വാസ് ബേസിക്കലി ഫ്രഷ് ബ്ലഡ് ഇൻറ്റു ഒരു ഫ്രഷ് അപ്രോച്ച്, മലയാളത്തിൽ ഒരു ഫ്രഷ് അപ്രോച്ച് കിട്ടാൻ ഈ സ്ക്രിപ്റ്റിന് വി തോട്ട് സായി വാസ് ദി പെർഫെക്റ്റ്. വി വർ ദ ഫസ്റ്റ് ടു സൈൻ സായി. അത് കഴിഞ്ഞ് സായിക്ക് ഇന്ന് ഒരു 10 പടങ്ങൾ ഹീ സൈൻഡ് ഓൺ, ഇൻക്ലൂഡിങ് അല്ലു അർജുൻ ആറ്റ്ലിയുടെ ഇന്ത്യാസ് മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി. ഇനിയും നമ്മൾ സായിനെ സൈൻ ചെയ്യാൻ പോയാൽ നമ്മുടെ ഫുൾ സിനിമയുടെ ബഡ്ജറ്റ് സായിക്ക് കൊടുക്കേണ്ടി വരും. വി വർ ലക്കി ഇനഫ് ടു ഗെറ്റ് ഹിം ഓൺ ബോർഡ് ആൻഡ് വി ആർ റിയലി പ്രൗഡ് ടു ഹാവ് ഹാഡ് ഹിം ആൻഡ് ഹീസ് ഡൺ an amazing job. 5 ട്രാക്കുണ്ട്, 5 പാട്ടുകളുണ്ട്, 8 ട്രാക്കുണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച്. അടുത്ത ആഴ്ച ആവും നിങ്ങൾക്ക് എല്ലാം കാണാം. Then you will realize why we took Sai Abhyankar. ഓട്ടോഗ്രാഫ് ചെയ്ത ജേഴ്സി എടുക്കാണ്. സോ ഒരു ധൈര്യത്തിലും ആ മൈൻഡൊക്കെ കയ്യിൽ